രാജ്യതലസ്ഥാനത്ത് നിർണായകമായ ചർച്ചകൾ ഈ ഘട്ടത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവിധ സേനാ മേധാവികൾ, കര, നാവിക, വ്യോമസേനാ മേധാവികൾ പ്രധാനമന്ത്രിയെ കാണുന്നുണ്ട്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ രാവിലെ പ്രധാനമന്ത്രിയുമായും ചർച്ച നടത്തിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി അനൂപ് ദാസ് ചേർന്നുണ്ട്. അനൂപ്, വളരെ തിരക്കിട്ട നീക്കങ്ങളാണ് ഡൽഹിയിൽ നടക്കുന്നത്. നിർണായകമായ ചർച്ചകൾ നടക്കുകയാണ്. എന്തൊക്കെയാകും ഇനി ഇന്ത്യയുടെ തുടർ നീക്കങ്ങൾ? അതായത് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് പ്രകോപനങ്ങൾക്ക് യാതൊരുവിധ കുറവുമില്ല. മറ്റൊരു തലത്തിലേക്ക് ഈ ഒരു അവസ്ഥയെ കൊണ്ടെത്തിക്കുവാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ടോ? എന്തൊക്കെ നീക്കങ്ങളാണ് ഡൽഹിയിൽ ഇപ്പോൾ നടക്കുന്നത്? പാകിസ്ഥാന്റെ കരസേന നമ്മുടെ അതിർത്തി ലക്ഷ്യമാക്കി പുറപ്പെട്ടിട്ടുണ്ട്, കുറച്ചുകൂടി മുന്നോട്ട് വരുന്നു എന്ന ഒരു കാര്യം നേരത്തെ വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു. ഇതൊരു ഗുരുതരമായ സാഹചര്യമാണ്. നേരത്തെ വ്യോമാക്രമണം മാത്രമായിരുന്നു ഇരുഭാഗത്തു നിന്നും ഉണ്ടായത്. അത് അടുത്ത ഒരു ഘട്ടത്തിലേക്ക് മാറുന്നു എന്നത് ഗൗരവപ്പെട്ട കാര്യമാണ്. ഇന്ന് രാവിലെ ആദ്യം തന്നെ പ്രതിരോധ മന്ത്രിയുമായി കരസേനാ മേധാവിയും നാവികസേനാ മേധാവിയും സംയുക്ത സൈനിക മേധാവിയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇവിടെ ഉണ്ടായ കാര്യങ്ങൾ, അവിടെ ഉണ്ടായിട്ടുള്ള ചർച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിനുശേഷം ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ചില തീരുമാനങ്ങളിലേക്ക് പോകണമെന്ന സൂചനകളിലേക്ക് വന്നിട്ടുണ്ട്. അക്കാര്യങ്ങളെല്ലാമാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാജ്യം എങ്ങനെ പ്രതിരോധിക്കണം എന്നത് സംബന്ധിച്ച ശക്തമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൂടിക്കാഴ്ചകളാണ് ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്നത്.